ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ടു റീച്ച് ദ അൺറീച്ച് ഏതൻ ടി വിയുടെ ശാബ് സ്കൂൾ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കർത്താവിൽ പ്രിയ ദൈവജനമേ, ഈ ക്വാർട്ടറിൽ അന്ത്യകാല സഭാദൂതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. വൻവിവാദം എന്ന് പേരിട്ട് വിളിക്കുന്ന ആ വലിയ സംഭവത്തിൽ ദൈവത്തിനെതിരായി മത്സരിച്ച് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ലൂസിഫറും സംഘവും ഇന്നും ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെ പോലും തെറ്റിക്കുവാൻ തക്കവണ്ണം തയ്യാറായിക്കൊണ്ട് ലോകത്തിൽ ഊടാടി നടക്കുന്ന സാഹചര്യത്തിൽ വിവാദത്തിൻ്റെ പശ്ചാത്തലങ്ങളെ ഒരിക്കൽ കൂടി പഠിക്കുകയാണ് സഭയിലെ ഓരോ ജനങ്ങളെയും അതിൻ്റെ പ്രാധാന്യത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഈ ശാബ് സ്കൂൾ പാഠങ്ങളിലൂടെ ചെയ്യുന്നത്. നമുക്കറിയാം, വൻവിവാദം സ്വർഗത്തിൽ ആരംഭിച്ചതായ പ്രശ്നമാണ്. ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള ആ സ്നേഹത്തെ അതിനും മേലെ ദൈവത്തിനും മുകളിലായി വസിക്കുവാൻ ആഗ്രഹിച്ച ലൂസിഫർ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതും, ദൈവസ്നേഹം മനുഷ്യരുടെ ഇടയിൽ വെളിപ്പെട്ട സാഹചര്യങ്ങളിലൊക്കെ അതിന് ബദലായി പ്രവർത്തിക്കുവാൻ, അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുവാൻ ലൂസിഫർ കിണഞ്ഞ് പരിശ്രമിക്കുന്നതും, ആരെ വിഴുങ്ങേണ്ടു എന്ന് ചിന്തിച്ചുകൊണ്ട് കടൽ തീരത്തെ മണൽത്തരിമയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ജനത്തിനെതിരായി പോരാട്ടം നടത്തുന്നതുമായ സാഹചര്യം. ഈ ക്വാർട്ടറിൽ നമ്മൾ അതിനെപ്പറ്റിയാണ് വളരെ വിശദമായി പഠിക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുന്നത്. നൂറ്റാണ്ടുകളായി വേദപുസ്തകം നമ്മിൽ ഉൾച്ചേർത്തിട്ടുള്ള വിശുദ്ധ വചനത്തിൻ്റെ സത്യങ്ങൾ, സെവന്ത്-ഡേ അഡ്വെന്റിസ്റ്റ് സഭയുടെ ദൗത്യം ഈ അന്ത്യകാലഘട്ടത്തിൽ ലോകത്തിൽ പ്രകടമാകും വിധത്തിലുള്ള വചനങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് വളരെ സുപരിചിതമാണ്. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു, അവൻ കടൽ തീരത്തെ മണൽത്തരിമേൽ നിന്നു എന്നുള്ളത്. അന്ത്യകാല സഭ എന്ന നിലയിൽ ലോകത്തോട് സത്യസുവിശേഷം ഘോഷിക്കുവാൻ ദൈവം നമ്മെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. വിശേഷിച്ച് വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിൽ കാണുന്ന ത്രിവിധ ദൂത്. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുവിൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീറുറവുകളും ഉണ്ടാക്കിയതിനെ നമസ്കരിപ്പിൻ എന്ന ആ വിശുദ്ധമായ ദൂത് സകല ജാതിയോടും ഭാഷയോടും ഗോത്രത്തോടും വംശത്തോടും അറിയിക്കുവാനുള്ള മഹത്തായ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തീർച്ചയായും വൻവിവാദം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളെപ്പോലും സ്വാധീനിക്കുന്ന ഒന്നാണ്. അത് നമുക്കുള്ളതല്ല, അത് നമ്മളെ ബാധിക്കുകയില്ല, നമുക്കത് ചിന്തിക്കേണ്ട കാര്യമില്ല എന്നൊന്നും പ്രിയപ്പെട്ടവർ ഒരിക്കലും ചിന്തിച്ചു കളയരുത്. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളിലേക്കാണ് ഇനി പിശാച് ഇറങ്ങി വരാൻ പോകുന്നത്. അതുകൊണ്ട് അത്രേ വെളിപാട് പുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. വിശുദ്ധീകരണം അവനവനിൽ നടത്തേണ്ടെന്നുള്ള ഈ കാലഘട്ടത്തിൽ വൻവിവാദത്തിൻ്റെ കേന്ദ്ര ആശയങ്ങളിലേക്കാണ് നമ്മൾ ഈ ക്വാർട്ടറിലെ പാഠങ്ങൾ നമ്മെ കൊണ്ടുപോകുന്നത്. ഇന്ന് നമുക്ക് 2ാമത്തെ പാഠമാണ് പഠിക്കാനുള്ളത്. കേന്ദ്ര പ്രശ്നം സ്നേഹമോ സ്വാർത്ഥതയോ എന്നുള്ളത്. ഇതിൻ്റെ മനപാഠവാക്യം യെശയ്യാവിൻ്റെ പ്രവചനം 41-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ്. യെശയ്യാവ് 41:10. നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണിത്. ദൈവത്തിൻ്റെ വലിയ ഒരു വാഗ്ദത്തം. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നമുക്കൊരിക്കൽ കൂടി അത് വായിക്കാം. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. യെശയ്യാവ് 41:10. നമുക്ക് ഒരു വാക്യത്തിലൂടെ, ഒരു പ്രവചന ഭാഗത്തെ വാക്യത്തിലൂടെ തൻ്റെ ജനതയ്ക്ക് ഇത്രയും ശക്തമായ ഒരു വാഗ്ദത്തം ദൈവം നൽകുകയാണ്. ആ വാഗ്ദത്തത്തിൽ മനുഷ്യൻ്റെ നിലവിലുള്ള ഒരു ഭാവം, പ്രകടമായ ഒരു ഭാവമുണ്ട്.
അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ കർത്താവ് വിശദീകരിച്ചിട്ടുള്ളതാണ്. ഞാൻ നിന്നോടുകൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കേണ്ട. മനുഷ്യൻ ഭ്രമിച്ചിരിക്കുന്നതായ, ആശങ്കപ്പെട്ടിരിക്കുന്നതായ, സംശയത്തിലായിരിക്കുന്നതായ, ഭയവിഹ്വലനായി കാണപ്പെടുന്നതായ ഒരു സാഹചര്യത്തിലാണ് നാം ആയിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കുന്ന മനുഷ്യരോട് ദൈവം പറയുന്നത്, ഞാൻ നിന്റെ ദൈവം ആകുന്നു, അതുകൊണ്ട് ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഞാൻ നിന്നെ ശക്തീകരിക്കുന്നവനായ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാകുന്നു. എൻ്റെ നീതിയുള്ള വലം കൈ എപ്പോഴും നിന്നോടുകൂടെ വെച്ചുകൊണ്ട് നിന്നെ താങ്ങുന്നതായ ദൈവം ആകുന്നു. നാം വേദപുസ്തകത്തിൻ്റെ ചരിത്രഭാഗങ്ങൾ പഠിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ലോകത്തിലെ എല്ലാ മതവിഭാഗങ്ങളിലും, സകല ജാതിയിലും, സകല വംശത്തിലും പെട്ട ആളുകളുടെ ഇടയിൽ ദൈവത്തിൻ്റെ സുവിശേഷം, മാറ്റമില്ലാത്ത സുവിശേഷം കേൾക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ഇന്നും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഒരുപക്ഷെ ക്രിസ്ത്യാനികളായിരിക്കുന്നവർ അനേകരുണ്ടായിരുന്നാൽ പോലും ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. നാം ഇന്നത്തെ പാഠം പഠിക്കുമ്പോൾ അതിൻ്റെ തലക്കെട്ട് തന്നെ പറയുന്നത് കേന്ദ്ര പ്രശ്നം സ്നേഹമാണോ സ്വാർത്ഥതയാണോ എന്നുള്ളതാണ്. വൻവിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിത് പഠിക്കുന്നത്. വൻവിവാദത്തിൻ്റെ കേന്ദ്ര പ്രശ്നം സ്നേഹമാണോ സ്വാർത്ഥതയാണോ? ദൈവത്തിന് തൻ്റെ ജനത്തോട് വളരെയധികം സ്നേഹമുണ്ടായിരുന്നു. ഇന്നും തൻ്റെ ജനത്തെ, തന്നിൽ വിശ്വസിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന, ആത്മാർത്ഥമായി തന്നിലൂടെ ജീവിക്കുന്ന സകല മനുഷ്യരെയും അവൻ അതേ സ്നേഹത്തിൽ തന്നെ വഴി നടത്തുന്നവനാണ്. മറ്റുള്ളവരോടും ദൈവം അതേ സ്നേഹവും അതേ അനുകമ്പയും അതേ ദീർഘക്ഷമയും കാണിക്കുന്നുണ്ട്. കാരണം സകല ജാതിയും ഭാഷയും ഗോത്രവും വംശവുമായവർ ദൈവത്തെ അറിയണം, ദൈവത്തെ അനുസരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. പലപ്പോഴും ദൈവത്തിൻ്റെ ആലയത്തിൽ ആയിരുന്നു കൊണ്ട് ദൈവവിരുദ്ധമായ പ്രക്രിയകൾ ചെയ്യുന്ന മനുഷ്യരോട് ദൈവം പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ്? യെരൂശലേം ദൈവാലയത്തോട് പറഞ്ഞതുപോലെ, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് യെരൂശലേം ദൈവാലയത്തിൽ നോക്കി കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ, നമ്മുടെ വിശ്വാസങ്ങളെ നമ്മൾ നിലനിർത്തേണ്ടുന്ന, അന്ത്യത്തോളം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവനിൽ തന്നെ ജീവിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പാഠത്തിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം, മത്തായി എഴുതിയ സുവിശേഷം, എബ്രായർക്ക് എഴുതിയ ലേഖനം, വെളിപ്പാട് പുസ്തകം, അപ്പോസ്തല പ്രവൃത്തികൾ, യോഹന്നാൻ എഴുതിയ സുവിശേഷം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് വിശുദ്ധ വചനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവജനത്തെ കബളിപ്പിക്കാനും നശിപ്പിക്കാനുമുള്ള സാത്താൻ്റെ ഒരു ദ്വിമുഖ തന്ത്രം നമ്മൾ പഠിക്കും. ദുഷ്ടനായവൻ പീഡനത്തിലൂടെ നേടിയെടുക്കാൻ കഴിയാത്തത് വിട്ടുവീഴ്ചയിലൂടെ നേടിയെടുക്കാൻ അവൻ പരിശ്രമിക്കുന്നു. അതിൽ ദൈവത്തിന് ഒരു ആശ്ചര്യവുമില്ല. ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ പോലും ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ ജനത്തിനെ ഈ വൻവിവാദത്തിൻ്റെ കാലഘട്ടത്തിൽ ദൈവം ഇപ്രകാരം സംരക്ഷിക്കുന്നു. അവൻ്റെ സ്നേഹത്തിൻ്റെ അളവ് എത്രത്തോളമാണ് എന്ന് നാം ഈ ക്വാർട്ടറിൽ പഠിക്കും. അതുപോലെ മനുഷ്യരെ തെറ്റിക്കാൻ വേണ്ടി സാത്താൻ തൻ്റെ സ്വാർത്ഥ തന്ത്രങ്ങൾ എങ്ങനെ പ്രയോഗിക്കുന്നുവെന്നും ഈ ആഴ്ചത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കും. എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഈ പാഠത്തിലേക്ക് സ്നേഹ സ്വാഗതം. നമുക്ക് ഞായറാഴ്ചത്തെ പാഠഭാഗത്തിലേക്ക് എത്തിച്ചേരാം. അവിടെ അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: തകർന്ന ഹൃദയമുള്ള രക്ഷകൻ എന്നാണ്. യെരൂശലേം നഗരത്തിന് അഭിമുഖമായി ഒലിവ് മലയിലിരിക്കുമ്പോൾ യേശു ആ നഗരത്തെ ഓർത്ത് അവൻ്റെ ഹൃദയം തകർന്നു. യോഹന്നാൻ്റെ സുവിശേഷം ഇപ്രകാരം പറയുന്നു: അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. തൻ്റെ ജനത്തെ അവരുടെ പ്രിയപ്പെട്ട നഗരത്തിൻ്റെ വരാനിരിക്കുന്ന നാശത്തിൽ നിന്ന് രക്ഷിക്കുവാൻ യേശു അവന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വൻവിവാദം എന്ന തലക്കെട്ടിനെ ഈ ആഴ്ചയിൽ പഠിക്കുന്നത് സ്നേഹമോ സ്വാർത്ഥതയോ എന്നുള്ള ഒരു ആശയത്തെ മുൻനിർത്തിയാണ്. ആ ആശയത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് എന്തുകൊണ്ട് വൻവിവാദം എന്നതാണ്. എന്തുകൊണ്ട്?
വൻവിവാദം എവിടെ ആരംഭിച്ചു, വൻവിവാദത്തിൽ ആരൊക്കെ പങ്കാളികളാണ്, വൻവിവാദം എന്നാൽ എന്ത് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതായ കാര്യമാണത്. എന്നാൽ എന്തുകൊണ്ട് വൻവിവാദം ഇന്നും നിലനിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിനെതിരായ പിശാചിൻ്റെ പോരാട്ടം ഇന്നും അവസാനിച്ചിട്ടില്ല എന്നതാണ്. അത് ഏതെല്ലാം വിധത്തിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട നാം അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളാണ്. തകർന്ന ഹൃദയമുള്ള രക്ഷകൻ എന്നാണ് തലക്കെട്ട്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയം തകർന്നും നുറുങ്ങിയുമായിരിക്കുന്ന ഒരു സാഹചര്യം ഒലിവുമലയിൽ ഉണ്ടായി. തൻ്റെ അനന്തമായ സ്നേഹം തൻ്റെ ജനത്തോട് പ്രകടിപ്പിക്കാൻ കഴിയുന്ന അനന്തമായ അനുപമമായ സ്നേഹം കാൽവരിയിലെ കുരിശിൽ പ്രകടമാക്കിയവനാണ് കർത്താവായ യേശു ക്രിസ്തു. അല്ലെങ്കിൽ കാൽവരിയിലെ ക്രൂശിൽ തൻ്റെ പുത്രനെ ദാനം ചെയ്തുകൊണ്ടത് പ്രകടമാക്കിയവനാണ് യഹോവയായ ദൈവം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന വാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന യവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതിൻ്റെ അവസാനത്തെ വാക്കാണ് അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നത്. ലോകത്തെ സ്നേഹിച്ചു. എന്തുകൊണ്ട് യേശു ക്രിസ്തു കാൽവരിയിൽ യാഗമായി എന്നതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. എന്താണ്? അവൻ ലോകത്തെ സ്നേഹിച്ചു. ലോകത്തിലെ സകല ജീവജാലങ്ങളെയും സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. എന്നാൽ നാം ആലോചിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ചരിത്ര പശ്ചാത്തലങ്ങൾ, യെരുശലേമിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വളരെ വേദനാജനകമായ സംഭവങ്ങൾ യെരുശലേം ദേവാലയത്തിൽ നടമാടുന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിലുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴും അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാത്തത് കൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാലു പുറത്തും ഞെരുക്കി നിന്നെയും നിന്നുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും എന്ന് യെരുശലേം പുത്രിയോട് കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്. നമ്മളത് പഠിക്കുമ്പോൾ 45-ാമത്തെ വാക്യം മറന്നുകൂടാ. 45-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: പിന്നെ അവൻ ദേവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെ പുറത്താക്കി തുടങ്ങി. എൻ്റെ ആലയം പ്രാർത്ഥനാലയമാകും എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ആ നഗരത്തിന് സമീപിച്ചപ്പോൾ കരഞ്ഞത് എന്ന് 45, 46 വാക്യങ്ങൾ, പ്രത്യേകിച്ച് 46-ാമത്തെ വാക്യം അവിടെ പറയുന്നുണ്ട്. എന്താണ്? എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്. എൻ്റെ ആലയത്തിൽ നിങ്ങൾ വരേണ്ടത് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ആലയത്തിൽ നിങ്ങൾ കടന്നു വരേണ്ടത് നിങ്ങളുടെ അർത്ഥനകൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ യാചനകൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ പണത്തിനും പണക്കൊതിയന്മാർക്കുമുള്ള ഇടമല്ല എൻ്റെ ആലയം. എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ് എന്ന് പറഞ്ഞ് അവൻ നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്നാണ് പറയുന്നത്. അതിനെ ദേവാലയത്തിൽ നിന്ന് അവരെ പുറത്താക്കി തുടങ്ങി. ഇവിടെ ഒരു ചരിത്ര പശ്ചാത്തലം പറയുന്നുണ്ട്. യെരുശലേമിൻ്റെ നാശം പോലെയുള്ള ഒരു സംഭവം ദൈവത്തിന് സ്നേഹമസൃണമായ സ്വഭാവത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ പ്രയാസമാണ്. റോമൻ സൈന്യാധിപനായ ടൈറ്റസ് തൻ്റെ സൈന്യത്തിനെ നഗരത്തിലേക്ക് നയിച്ചപ്പോൾ 10,000-കണക്കിന് ആളുകൾ മരിച്ചെന്നാണ് ചരിത്രം പറയുന്നത്. ഇത്രയധികം ജനത കഷ്ടപ്പെടുമ്പോൾ ദൈവം എവിടെയായിരുന്നു എന്ന് ചിലർ ചോദിക്കുന്നു. നോക്കൂ, എന്തുകൊണ്ട് ആ യെരുശലേമിന് ടൈറ്റസിൽ നിന്ന് അത്തരത്തിലൊരു പോരാട്ടമുണ്ടായി, 10,000-കണക്കിന് ആളുകൾ, അതിൽ നിരപരാധികൾ കൊല്ലപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ദൈവത്തിൻ്റെ ഊഷ്മള സ്നേഹതയ്ക്കെതിരെ മത്സരിച്ച് അവർ ദൈവിക സംരക്ഷണം നഷ്ടമാക്കി. പലപ്പോഴും ദൈവത്തിൻ്റെ ജനം ദൈവത്തോട് മത്സരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്? ദൈവത്തിന് ആ ജനത്തിന്മേലുള്ളതായ സംരക്ഷണം ആ ജനം ദൈവത്തോട് മത്സരിച്ച് നഷ്ടമാക്കുന്നു എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞതും. ആ പ്രാർത്ഥനാലയത്തിൽ വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വരുവിൻ, അല്ലാതെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കാൻ വേണ്ടി എൻ്റെ ആലയത്തിനുള്ളിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നവരെ, കച്ചവടക്കാരെ അവൻ പുറത്താക്കിയതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദൈവത്തിനെതിരെ മത്സരിച്ചു എന്നാണ്. നോക്കൂ, വൻവിവാദം സ്വർഗത്തിൽ ആരംഭിക്കുന്നതും എന്തിൻ്റെ പേരിലാണ്? ദൈവത്തിനെതിരെ മത്സരിച്ചതിൻ്റെ പേരിലാണ്. അപ്പോൾ മനുഷ്യനിലും ആ മത്സര ബുദ്ധി പകർന്നു കൊടുക്കുവാൻ ആര് തയ്യാറാകുന്നു? പിശാച് തയ്യാറാകുന്നുണ്ട്. അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് വൻ പോരാട്ടം എന്ന് പറയുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുന്നത് മറ്റൊന്നല്ല. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിലനിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദിയുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. വയലിലുള്ളവർ വസ്ത്രം എടുപ്പാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തിലോ ശബത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ. ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാതും ഇനിമേൽ സംഭവിക്കാത്തതും ആയ വലിയ കഷ്ടം അന്ന് ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇന്നും യെരുശലേമിൽ, ഇസ്രായേലിൽ ഇതേ അവസ്ഥയാണ് ഉള്ളത്. അവിടെ വൻ പോരാട്ടം, വലിയൊരു യുദ്ധം നടക്കുകയാണ്, അല്ലേ? നമുക്കറിയാം, വലിയ യുദ്ധം നടക്കുകയാണ്. ആ പോരാട്ടം നടക്കുമ്പോൾ തെരുവുകളിലും തെരുക്കോണുകളിലും യുവാക്കൾ മരിച്ചു വീഴുകയും യുവതികളും മരിച്ചു വീഴുകയും ഗർഭിണികളും മുലകുടിക്കുന്നവരും കഷ്ടപ്പെടുന്നതും യഹൂദിയുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകുന്നതുമായ ചരിത്രഭാഗം പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് എന്നത് നാം മനസ്സിലാക്കണം. അപ്പോൾ സ്നേഹവാനായ ദൈവം തൻ്റെ ജനങ്ങളെ സ്നേഹിക്കുവാനും അവരെ സംരക്ഷിക്കുവാനും കഴിയുന്നത്ര ശ്രമിച്ചിരുന്നു എന്ന് ലേഖകൻ ഇവിടെ പറയുന്നു. പക്ഷേ അതിനെ തെറ്റിക്കുവാൻ, ദൈവത്തോട് മത്സരിക്കുവാനുള്ള, എന്താണോ അരുത് എന്ന് പറയുന്നത് ആ അരുതിനെ അതിലംഘിക്കുവാനുള്ള ഒരു മനസ്സ് മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കുവാൻ പ്രതിയോഗിയായ പിശാച് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം, എത്ര വലിയ സ്നേഹം കൊണ്ടാണ് അവൻ നമ്മെ സ്നേഹിച്ചിരിക്കുന്നത്. ആ രക്ഷകൻ്റെ സ്നേഹത്തിനെ വിലക്കെടുക്കാതെ അതിനെതിരായി മത്സരിക്കുന്നവരോട് ഈ പാഠഭാഗം ദൈവം അവരിൽ നിന്ന് അവർക്ക് നൽകാൻ പോകുന്ന സംരക്ഷണത്തിനെ നീക്കിക്കളയും എന്നാണ് പറയുന്നത് എന്ന് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. നമുക്ക് തിങ്കളാഴ്ചത്തെ പാഠഭാഗത്തേക്ക് പോകാം. തിങ്കളാഴ്ചത്തെ പാഠഭാഗം ക്രിസ്ത്യാനികൾ ദൈവാനുകൂല്യത്താൽ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ പാഠം നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചപ്പോൾ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഗുഹയാക്കി തീർത്ത ദൈവാലയത്തിൽ നിന്ന് അവൻ അവരെയൊക്കെയും പുറത്താക്കി എൻ്റെ ആലയം ഇനിമേൽ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്കായി സകല മനുഷ്യരെയും ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ക്ഷണിച്ച് അവരെ സംരക്ഷിച്ചപ്പോൾ, അങ്ങനെ സംരക്ഷിക്കപ്പെട്ട ജനക്കൂട്ടത്തെ ആണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത്. ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ അനുയായി എന്നാണ്, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ എന്നാണ്. അങ്ങനെയാകുമ്പോൾ ക്രിസ്തുവേശുള്ള സ്വഭാവം, ക്രിസ്തുവേശുവിൻ്റെ അനുസരണം, അവൻ കാണിച്ചതായ മാതൃക കാട്ടുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഇവിടെ നോക്കൂ, യെരുശലേമിൻ്റെ നാശത്തിലേക്ക് നയിച്ച സംഭവങ്ങളിൽ കരുണ, കൃപ, കരുതൽ, മുന്നറിവ് എന്നിവ വ്യക്തമാക്കപ്പെടുന്നു. സെസ്റ്റിയാസ് ഗാലസും റോമൻ സൈന്യവും നഗരം വളഞ്ഞു. അപ്രതീക്ഷിതമായ ഒരു നീക്കത്തിൽ അവർ ആക്രമണം ആസന്നമാണെന്ന് തോന്നിയപ്പോൾ അവർ പിൻവാങ്ങി. യഹൂദ സൈന്യവും അവരെ പിന്തുടരുകയും വലിയ വിജയം നേടുകയും ചെയ്തു. കാരണം എന്താണ്? അവർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട അടയാളം കാത്തിരുന്ന ക്രിസ്ത്യാനികൾക്ക് നൽകപ്പെട്ടു. രക്ഷകന്റെ മുന്നറിയിപ്പ് അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ 46-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ
അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അല്ലേ? ദൈവം നമ്മുടെ സങ്കേതവും ബലവും കോട്ടയും ആകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. സങ്കേതവും ബലവും എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അപാരമാണ്. ഒരു ശക്തിക്കും നമ്മളെ ആക്രമിക്കുവാനോ തൊടുവാനോ തക്കവണ്ണം സാധിക്കുകയില്ല. യെശയ്യാവിൻ്റെ പ്രവചനം 41:10 എന്താണ് പറയുന്നത്? നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നമ്മുടെ മനപാഠവാക്യം. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാകുന്നു. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അത്തരത്തിൽ നിനക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്തിരിക്കുന്നവനായ ദൈവമാകുന്നു. നോക്കൂ, യെരുശലേമിലെ ജനങ്ങൾ ദൈവത്തിനെതിരായി മത്സരിച്ചപ്പോഴാണ് അവർക്ക് സർവനാശം സംഭവിച്ചത്. അതവിടെ എടുത്തു പറയുന്നുണ്ട്. ദൈവത്തിനെതിരായി മത്സരിക്കുമ്പോൾ, മത്സരമുള്ളൊരു ഹൃദയം അവരുടെ ഉള്ളിലുണ്ടായപ്പോൾ, അവർ ദൈവത്തിനെതിരായി പ്രവർത്തിച്ചപ്പോൾ, അവർക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം വേണ്ട എന്ന നിലയിൽ അവർ സംസാരിച്ചപ്പോൾ അവർക്ക് സർവനാശം സംഭവിച്ചു. 10,000-കണക്കിന് ആളുകൾ അവിടെ മരിച്ചു വീണു. അതിനിടയിൽ സാത്താൻ തൻ്റെ ക്രമക്കേടുകളും കൂടെ അതിനിടയിൽ നടത്തി. എന്താണ്? നിരപരാധികളായ ആളുകളെ കൂടെ അവൻ കൊല്ലിച്ചു. കാരണം എന്താണ്? നിരപരാധികളുടെ രക്തം കൂടെ വീഴ്ത്തിയവനാണ് ദൈവമെന്ന് അപരാധം പറയാൻ വേണ്ടിയുള്ള ഒരു കൃത്രിമത്വം, ഒരു അപവാദ പ്രചരണം നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമവും സാത്താൻ നടത്തുന്നുണ്ട്. അത് അവൻ്റെ സ്വാർത്ഥതയാണ്. എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള അവൻ്റെ സ്വാർത്ഥതയാണ്. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം സംരക്ഷിക്കുന്നവനായ ദൈവമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ മുഖാന്തരം അറിയിപ്പ് നമ്മോട് നൽകിയിട്ടുള്ളത്. എന്താണ്? നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. നീ ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് പറഞ്ഞിരിക്കുന്നു. ചില സമയങ്ങൾ ദൈവം നമ്മുടെ മനുഷ്യ തിരഞ്ഞെടുപ്പുകളെ അടിസ്ഥാനമാക്കി അവൻ്റെ പദ്ധതികളെ മാറ്റും. ദൈവം വിചാരിക്കും, അവൻ്റെ ആഗ്രഹം അല്ലേ എന്ന് കരുതി അവൻ അത് മനുഷ്യന് അനുവദിച്ചു കൊടുക്കും. പക്ഷേ എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, ഈ പ്രപഞ്ചത്തിലെ മനുഷ്യൻ്റെ ആത്മീക ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. നമുക്ക് ഇതുവരെയും ചിലപ്പോൾ ഏറ്റവും ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല ക്രിസ്തുവിൻ്റെ പേരിൽ. ഇതുവരെയും നമ്മൾ വളരെ സുഖകരമായി വളരെ ആർഭാടമായി സുവിശേഷം സംസാരിക്കുന്നവരായിട്ടൊക്കെ ജീവിക്കുന്നുണ്ടാവാം. പക്ഷേ അതിനും അങ്ങനെയുള്ള കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കഷ്ടപ്പാട് വരുന്ന, ദുർഗതി വരുന്ന സാഹചര്യമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. കാരണം വചനം സത്യമാണ്. അത് പ്രഘോഷിക്കുന്നവൻ അതിൽ സത്യത്തിലും ആത്മാവിലും പ്രഘോഷിക്കണം എന്നുള്ളത് കൊണ്ട് അതിൽ കള്ളത്തനം കാണിക്കുകയുണ്ട. ദൈവത്തിൻ്റെ വചനം സുവിശേഷിക്കാൻ ഇറങ്ങി നിൽക്കുന്നവർ അതിൽ വിവേചനം കാണിക്കുകയുണ്ടായിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കോപത്തിന് അവർ പാത്രരാകും എന്ന് നമുക്കെല്ലാവർക്കും വേദപുസ്തകം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾക്ക് ഇങ്ങനെ പറയുന്നു: സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വേറെ ചിലർ പരിഹാസം, വേറെ ചിലർ ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ജയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ച് ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ട് വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചിട്ടില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു. നമുക്ക് സുവിശേഷം നമ്മുടെ അരികിലേക്ക് എത്തിയതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം. സുവിശേഷം നമ്മുടെ അരികിലേക്ക് എത്തിയത്, പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു രാജ്യത്തിൽ സുവിശേഷം എത്തി, ഇത്രത്തോളം സുവിശേഷത്തിന് പ്രചാരം ലഭിക്കുമ്പോൾ നമ്മുടെ അരികിലേക്ക് ഈ സുവിശേഷം എത്തിയതിൻ്റെ ഒരു സാഹചര്യം, ചരിത്ര പശ്ചാത്തലം നമ്മളൊന്ന് മനസ്സിലാക്കി. എത്രയോ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവർ എത്രയോ പരിഹാസമേറ്റു, എത്രയോ അടിയേറ്റു, ചമ്മട്ടിയാൽ അടിയേറ്റു, ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടു, തടവിലേറ്റപ്പെട്ടു, കല്ലേറുകൊണ്ടു, ഈർച്ച വാളാൽ അറക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജയിലിലടയ്ക്കപ്പെട്ടു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഒളിച്ച് താമസിച്ചുകൊണ്ട് അവിടെ ദൈവത്തിൻ്റെ വചനം എഴുതി സൂക്ഷിച്ച് പിൽക്കാലത്തെ ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി ആ വചനം എത്തിക്കുവാൻ ശ്രമിച്ചു.
അവരെല്ലാവരും വിശ്വാസത്യാഗം ചെയ്തവരാണ്. അങ്ങനെ അനേകം വിശുദ്ധന്മാരുടെ വിശ്വാസത്യാഗത്തിൻ്റെ പരിണിത ഫലമാണ് നമുക്കിന്ന് ചുമ്മാ ഇരുന്ന് കേൾക്കാൻ കിട്ടുന്ന ഈ സുവിശേഷം. നമ്മളാരെങ്കിലും എൻ്റെ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടോ? നമ്മളാരെങ്കിലും എൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? നമ്മളതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നുണ്ടോ? അതിൻ്റെ അനുഗ്രഹമല്ലാതെ മറ്റെന്തെങ്കിലും ഈ തലമുറ അനുഭവിക്കുന്നുണ്ടോ? നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്ത പുണ്യപ്രവൃത്തിയുടെ അനുഗ്രഹമാണ് ഇന്നത്തെ തലമുറ അനുഭവിക്കുന്നത്. അവർക്ക് ചമ്മട്ടിയടി കേൾക്കേണ്ടി വരുന്നില്ല, ചങ്ങലയാൽ ബന്ധിക്കപ്പെടേണ്ടി വരുന്നില്ല, ജയിലിൽ കിടക്കേണ്ടി വരുന്നില്ല, ഭൂമിയുടെ പിളർപ്പുകളിൽ വസിക്കേണ്ടി വരുന്നില്ല, ഗുഹകളിൽ വസിക്കേണ്ടി വരുന്നില്ല, ഒളിച്ചു താമസിക്കേണ്ടി വരുന്നില്ല. ഇന്ന് സുവിശേഷ പ്രഘോഷണം പോലും ഒരു ആഡംബര പ്രകടനമായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു അങ്ങനെയുള്ളവരെ ചമ്മട്ടിയാൽ അടിച്ച് ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കിയതാണ്. കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഗുഹയാവാൻ ഒരിക്കലും ദൈവത്തിൻ്റെ ആലയത്തിനെ അവൻ അനുവദിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വൻ പോരാട്ടം എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ഈ വൻ പോരാട്ടത്തിലൂടെ കടന്നുപോയവരാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ. എത്രയോ പോരാട്ടം നടത്തി അവർ സഹിച്ച സഹിഷ്ണുതയുടെ, അവരനുഭവിച്ച സഹനത്തിൻ്റെ, അവർ പ്രകടമാക്കിയ സഹനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഫലമാണ് അനന്തര തലമുറ ഇന്ന് അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത്. വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം എന്താണ് പറയുന്നത് നോക്കാം. വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം: നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടത് പിശാച് നിങ്ങളാൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാവും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം ഞാൻ നിനക്ക് തരും. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതായ കാര്യം. അത് അടിവരയിട്ട് നാം എഴുതിക്കൊള്ളണം. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ നിനക്ക് ജീവകിരീടം തരും. മനുഷ്യർ നൽകുന്ന ബഹുമതിയോ ബഹുമാനമോ അല്ല, ജീവകിരീടം ഞാൻ നമുക്ക് തരും. വെളിപാട് നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, മനുഷ്യരുടെ ബഹുമാനമൊന്നും ഞാൻ ഒരിടത്തും ചോദിച്ച് വാങ്ങിയിട്ടില്ല. മനുഷ്യരുടെ ബഹുമാനം എനിക്ക് വേണ്ട. പക്ഷെ മനുഷ്യർ ദൈവത്തിന് വേണ്ടി ഇത്രത്തോളം ത്യാഗം ചെയ്ത, കഷ്ടപ്പാട് അനുഭവിച്ച അനേകരുടെ ഫലമാണ് നാം ഇന്ന് കേൾക്കുന്ന വചനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സകല ജാതിയും ഭാഷയും ഗോത്രവും വംശവുമായുടെ ഇടയിലേക്ക് അറിയിക്കുന്ന ദൈവത്തെ ഭയപ്പെട്ടവന് മഹത്വം കൊടുപ്പിൻ, ദൈവത്തെ ഭയപ്പെട്ടവന് മഹത്വം കൊടുപ്പിൻ എന്ന ആ ഒരു വാക്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ പ്രകമ്പനം കൊള്ളണം. ദൈവത്തിലല്ലാതെ മറ്റാരിലും ആശ്രയിക്കാൻ പാടില്ല എന്നത്. അതാണ് ദൈവം നമുക്ക് നൽകുന്ന സംരക്ഷണം എന്ന് പറയുന്നത്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അനുഭവിച്ച ആ കഷ്ടപ്പാടിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുമ്പോൾ ക്രിസ്ത്യാനികളായ മനുഷ്യർ ദൈവത്തിൻ്റെ ആനുകൂല്യം കൈപ്പറ്റുകയാണ്. ദൈവത്തിൽ നിന്നുള്ള ആനുകൂല്യം, ആ ആനുകൂല്യം എന്ന് പറയുന്നത് അവനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സംരക്ഷണം ആണ്. ആ സംരക്ഷണം ലഭിക്കേണ്ടുന്നത് വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണമാണ്. വൻ പോരാട്ടത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സംരക്ഷിച്ചു കൊള്ളും എന്നുള്ളതായ പോരാട്ടം. ആ ഒരു വാഗ്ദത്തത്തെ അനുഭവിക്കുവാൻ ആണ് ദൈവം ഈ വചനം ഓരോരുത്തർക്കും, നമ്മുടെ ഓരോരുത്തരുടെയും ചെവികളിലേക്ക് വീണ്ടും വീണ്ടും കേൾപ്പിക്കുന്നത് എന്നുകൂടെ നാം മനസ്സിലാക്കേണ്ടതാണ്. നാം ചൊവ്വാഴ്ചത്തെ പാഠഭാഗത്തേക്ക് വരുമ്പോൾ അവിടുത്തെ തലക്കെട്ട് പീഡനങ്ങൾക്കിടയിലും വിശ്വസ്തൻ എന്നാണ്. കഴിഞ്ഞ വാക്യം നമ്മൾ വായിച്ചല്ലോ. എബ്രായർക്ക് എഴുതിയ ലേഖനം വായിച്ചപ്പോൾ നമുക്കവിടെ വായിക്കാൻ കിട്ടിയത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഒരുപാട് പേർ കഷ്ടപ്പാടും പ്രയാസങ്ങളും അനുഭവിച്ചവരായിരുന്നു. ദൈവം അവരെ സംരക്ഷിച്ചു. അവർക്ക് മഹത്വ പ്രത്യക്ഷത ഉണ്ടാകും. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടെ വാനമേഘങ്ങൾ എഴുന്നള്ളുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരായ നീതിമാന്മാർ ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് വേണ്ടി വിശ്വാസത്യാഗം ചെയ്തവർക്കെയും അന്ന് ഉയർത്തെഴുന്നേൽക്കും. നമുക്കവരെ നേരിൽ കാണാൻ കഴിയും. ഇവിടെ അടുത്ത ചോദ്യം വരികയാണ്, പീഡനങ്ങൾക്കിടയിലും വിശ്വസ്തൻ. ആദിമ നൂറ്റാണ്ടിൽ ക്രൈസ്തവ സഭ നേരിട്ട പീഡനങ്ങളുടെ, വെല്ലുവിളികളുടെ, യാതനകളുടെ ഒരു വലിയ ചരിത്രമുണ്ട്. ആ യാതനകളുടെയും വെല്ലുവിളികളുടെയും ചരിത്രം എന്ന് പറയുന്നത്
തെറ്റായ വിശ്വാസക്രമങ്ങൾ പാലിച്ചിരുന്നവരുടെ, തെറ്റായ സാമുദായിക ക്രമങ്ങൾ പാലിച്ചിരുന്നവരുടെ, തെറ്റായ നയങ്ങൾ ഉണ്ടാക്കി വച്ചിരുന്നവരുടെ ആ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കൂടിയാണ്. അത്തരം സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നവരുടെ എണ്ണവും അനേകം ആയിരുന്നു. വായിക്കാം നമുക്ക് അപ്പോസ്തല പ്രവർത്തകർ 2:41 വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, അതിൻ്റെ 40-ാമത്തെ വാക്യം മുതൽ വായിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞു അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. 41-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നു. ആദിമ കാലഘട്ടത്തിലാണെന്ന് നോക്കണം. ഒറ്റ പ്രസംഗം കൊണ്ട് അവൻ പറഞ്ഞ വാക്കെന്താണ്? ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ. ഇന്നും അങ്ങനെയല്ലേ പറയുന്നത്? അല്ലേ? ഇന്നും സുവിശേഷം പറയുമ്പോൾ പറയുന്നത് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുവിൻ എന്നാണ് പറയുന്നത്. സോദോമിനോടും ഗോമോറയോടും പറഞ്ഞ വാക്കുകളാണ് ഇന്ന് ആധുനിക കാലത്ത് നമ്മോട് പറയുന്നത്. സോദോമിൻ്റെയും ഗോമോറയുടെയും പ്രത്യേകത പറയുന്നത് ഒറ്റ വാക്കിൽ അതിന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്: മ്ലേച്ഛതയുള്ള നഗരം, സകല മ്ലേച്ഛതകളുടെയും നഗരം. ആ സോദോം ഗോമോറയ്ക്ക് സമാനമായ സാഹചര്യമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടമാടുന്നത്. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ 3000-ഓളം പേർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. നോക്കാം, തൊട്ടടുത്തൊരു വാക്യം കൂടെ പറയുന്നുണ്ട്. 4-ാം അധ്യായം അപ്പോസ്തല പ്രവർത്തനം 4:31 വാക്യം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായ ദൈവസ്നേഹം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ദൈവസ്നേഹം ധൈര്യത്തോടെ അവർ ലോകത്തോട് പ്രസ്താവിച്ചു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. നോക്കൂ, ഇന്നത്തെ കാലത്തെ മനുഷ്യൻ എത്രത്തോളം സ്വാർത്ഥരാണ്. എല്ലാം എല്ലാവർക്കും ഉള്ളത് എന്ന് അവർ ചിന്തിക്കുകയും പറയുകയും ചെയ്തു. അതിൻ്റെ 31-ാമത്തെ വാക്യം, 4-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. 4:4 പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളം ആയിരുന്നു. ഇവിടെയൊക്കെ ഒരു സംഖ്യ പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞ് 3000-ഓളം ആയിരുന്നു. ഇപ്പോൾ പറയുന്നത് പുരുഷന്മാർ മാത്രം ഏകദേശം 5000-ഓളം പേരായിരുന്നു. അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് ഏക മനസ്സോടെ പ്രാർത്ഥിച്ചപ്പോൾ അവർ പ്രാർത്ഥിച്ച സ്ഥലം കുലുങ്ങി, പരിശുദ്ധാത്മാവിടെ മേലിറങ്ങി വന്നു എന്നുള്ള ഒരു അവസ്ഥയുണ്ടായി എന്ന് അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 5:42 വാക്യത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. 5:42 പറയുന്നത്: പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീട് തോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തുവെന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു. പിന്നെ അവർ എന്ത് ചെയ്തു? അവർ ദിനം പ്രതി ദേവാലയത്തിലും, ദിനം പ്രതി എല്ലാ ദിവസവും ദേവാലയത്തിലും വീട് വീടാന്തരം കയറിയിറങ്ങിയും ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നോക്കൂ, എത്ര മഹത്തായ സ്നേഹം കൊണ്ടാണ് ദൈവം നമ്മെ കരുതിയത്. ഇവിടെ ലേഖകൻ പറയുന്നു, നോക്കൂ, ശിഷ്യന്മാർ ഭീഷണികൾ നേരിട്ടു, തടവ്, പീഡനം, മരണം തന്നെ നേരിട്ടു. എന്നിട്ടും പരിശുദ്ധാത്മാവിനാൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ധൈര്യത്തോടെ പ്രസംഗിച്ചു. യഹൂദ്യ, ഗലീല, ശമര്യ എന്നിവിടങ്ങളിൽ ക്രിസ്തീയ ദേവാലയങ്ങൾ പെരുകി വന്നു. നരകത്തിൻ്റെ കൊത്തളങ്ങൾ കുലുങ്ങി, സാത്താൻ്റെ ചങ്ങലകൾ തകർന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ശക്തിക്ക് മുമ്പിൽ വിജാതീയ അന്ധവിശ്വാസങ്ങൾ തകർന്നു. അതിശക്തമായ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് സുവിശേഷം വിജയിച്ചു. ശിഷ്യന്മാർ മുകളിലത്തെ നിലയിൽ ഭീരുക്കളായി ഇരുന്നില്ല. ഭയം മങ്ങിപ്പോകുന്ന നിഴൽ പോലെ നൃത്തമാടി സാവധാനം വിട്ടുപോയി. വളരെ കാൽപ്പനികമായിട്ടാണ് ഇതിനെ വിവർത്തനം ചെയ്തിട്ടുള്ളത്. പകരം വിശ്വാസം ശിഷ്യരുടെ ഹൃദയത്തിൽ നിറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ അവരുടെ കർത്താവിൻ്റെ ദർശനം അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. കർത്താവിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് ലോകമെമ്പാടും വീട് വീടാന്തരം കയറിയിറങ്ങി സുവിശേഷിക്കുവാൻ ആദിമ നൂറ്റാണ്ടിലെ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് സാധിച്ചു എങ്കിൽ നോക്കൂ, അത് എങ്ങനെയാണ് അവർക്ക് അന്നങ്ങനെ സാധിച്ചത് കൊണ്ടാണ് നാം ഇന്ന് ജീവിക്കുന്ന ഇത്ര വിദൂരത്തിൽ അവരുടെ അരികിൽ നിന്ന് ആ സുവിശേഷം എത്തിയത്. മാത്രമല്ല, അന്നത്തെ കാലഘട്ടത്തിൻ്റെ സവിശേഷത നമുക്കറിയാം. ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്നവരെ കണ്ടെത്തി വേട്ടയാടുകയും കൊല്ലുകയും ഒക്കെ ചെയ്തിരുന്നത് കൊണ്ട് അനേകം ആളുകൾ
ഭയത്തോടുകൂടി പല സ്ഥലങ്ങളിൽ നിന്നും ഓടിപ്പോകുന്നുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്ത്യാനിത്വം ഒരു അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് പരത്തിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ക്രിസ്ത്യാനിത്വം ഒരു സത്യമാണ്, അതാണ് സത്യം എന്ന തിരിച്ചറിവ് ലോകത്തിനുണ്ടായപ്പോൾ അതിങ്ങനെ പടർന്ന് സൗരഭ്യം പോലെ പടരുകയാണ് ഉണ്ടായത്. ഇവിടെ ഹെൻറി ബെറ്റ്സൺ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്ന പുസ്തകത്തിൽ പിശാചിൻ്റെ ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നിട്ടും ക്രിസ്ത്യൻ സഭ അതിവേഗം വളർന്നു എന്ന് പറയുന്നു. പിശാചിനൊരിക്കലും ഇഷ്ടമുള്ള കാര്യമല്ല സഭ വളരുന്നത്. പിശാചിനൊരിക്കലും ഇഷ്ടമുള്ള കാര്യമല്ല ആളുകൾ വിശ്വാസത്തോടു കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നത്. പിശാചിന് ഒരിക്കലും ഇഷ്ടമുള്ള കാര്യമല്ല ആളുകൾ വിശ്വാസത്തോടെ കൂട്ടത്തോടെ വന്ന് സ്നാനം ഏൽക്കുന്നു. അന്നേരം പ്രതികരണങ്ങൾ ഉണ്ടാകും. അത് നമ്മുടെ സമൂഹത്തിലും പലയിടങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതൊന്നും വിസ്മരിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ രാജ്യത്ത് തന്നെ അനേകായിരം ആളുകൾ കഴിഞ്ഞ നാളുകളിൽ കൊല്ലപ്പെട്ടപ്പോൾ, പീഡനങ്ങൾക്ക് വിധേയരായപ്പോൾ, സഭകൾ തകർത്തെറിഞ്ഞപ്പോൾ സംഭവിച്ചതൊന്നും വിസ്മരിക്കാൻ മനുഷ്യരായവർക്ക് കഴിയില്ല എന്നുള്ളതും കൂടെ ഇവിടെ ഓർമ്മിക്കുകയാണ്. നമ്മെ സഹായിക്കുവാൻ ദൈവം ഉണ്ട്. ഏത് പീഡനങ്ങൾക്കിടയിലും വിശ്വസ്തനായി അവൻ നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് ഈ പാഠഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ബുധനാഴ്ചത്തെ പാഠഭാഗത്തേക്ക് വരുമ്പോൾ അവിടുത്തെ തലക്കെട്ട് ഇങ്ങനെയാണ്: കരുതൽ സമൂഹത്തിന് വേണ്ടി. ദൈവത്തിൻ്റെ ആ വിശ്വസ്തതയും ദൈവത്തിൻ്റെ ആ സംരക്ഷണവും കരുതലും ആർക്കു വേണ്ടിയായിരുന്നു? സമൂഹത്തിന് വേണ്ടിയിട്ടായിരുന്നു. നമുക്കറിയാം, ആദിമ ക്രിസ്ത്യൻ സഭ വളർന്നത് അതിലെ ജനങ്ങൾ സുവിശേഷം പ്രസംഗിച്ചത് കൊണ്ട് മാത്രമല്ല, ദേ ലിവ്ഡ് ഇൻ ദാറ്റ് പ്രൊഫസി. ആ സുവിശേഷത്തിൽ അവർ ജീവിക്കുകയുണ്ടായി. ആ സുവിശേഷത്തിൻ്റെ മർമ്മങ്ങൾ അവർ ഉൾക്കൊള്ളുകയുണ്ടായി. അത് അവർ ഉൾക്കൊണ്ടു എന്ന് മാത്രമല്ല, അതിനെ അവർ ലോകത്തിന് പരിചയപ്പെടുത്തുകയും ലോകത്തിലെ അടുത്ത തലമുറകളിലേക്ക് അത് കൈമാറ്റം ചെയ്യുകയും ചെയ്തു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക്, ദൈവത്തിൻ്റെ ജനതയുടെ ഇടയിലേക്ക് ഈ സുവിശേഷം എത്തണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാരണം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കാണ് അതിന് കാരണം. എന്താണത്? ശിഷ്യന്മാർ ക്രിസ്തുവിനോട് ചോദിച്ചു, ലോകത്തിൻ്റെ അവസാനം എപ്പോഴാകും, അതിൻ്റെ അടയാളം എന്താകും എന്നാണ്. ക്രിസ്തു പറഞ്ഞ മറുപടി എന്താണ്? രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും, അപ്പോൾ ലോകത്തിൻ്റെ അവസാനം ആകും എന്ന്. ഇവിടെ നാം നേരത്തെ വായിച്ചത് മത്തായി സുവിശേഷം 4:23 നാം നേരത്തെ പറഞ്ഞതുപോലെ ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവർ പള്ളികളിൽ ഉപദേശിക്കുകയും വീട് വീടാന്തരം കയറി ഇറങ്ങി രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകല രോഗങ്ങളിലുള്ളവരെ ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തു. സ്നേഹത്തിൻ്റെ ഒരു മാതൃക ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ അന്നത്തെ ക്രിസ്ത്യാനിത്വത്തിന് ആയി. സ്നേഹത്തിൻ്റെ ഒരു മാതൃക. ആ മാതൃക പകർന്നു കൊടുത്തത് രോഗികളായിരുന്നവരെ ശുശ്രൂഷിക്കുകയും ദരിദ്രരായിരുന്നവർക്ക് ഉടുപ്പ് വസ്ത്രങ്ങൾ നൽകുകയും ഭക്ഷണം നൽകുകയും അവരെയും കൂടെ കൂട്ടിച്ചേർക്കുകയും ഒപ്പം ചേർക്കുകയും ചെയ്തപ്പോഴാണ് സമൂഹത്തിന് മാറ്റം ഉണ്ടായത്. നോക്കൂ, നമ്മുടെ നാടിൻ്റെ ഒരു പഴയകാല ചരിത്രം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണത്തിൽ വന്ന സമയത്ത്, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണത്തിന് വന്ന സമയത്ത് പട്ടാളത്തിലേക്ക് ആളുകളെ ചേർക്കുന്ന സമയമുണ്ടായിരുന്നു. പട്ടാളത്തിലേക്ക് അപ്പോൾ പല ആളുകളും നാട്ടുരാജ്യങ്ങളിൽ നിന്ന് ആളുകളെ പട്ടാളത്തിലേക്ക് പോകുന്നത് രാജാക്കന്മാർ വിലക്കി. അന്ന് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ തിരിച്ചുള്ള ചോദ്യം ഇതാണ്: അവർ നമുക്ക് മാന്യത തരുന്നു, അവർ നമുക്ക് വസ്ത്രം തരുന്നു, അവർ നമുക്ക് ഭക്ഷണം തരുന്നു. ഇവരെന്താണ് പറയുന്നത്? നമ്മൾ ചെരുപ്പിടാൻ പാടില്ല, ഉടുപ്പിടാൻ പാടില്ല, ഇവിടെ കൂടെ നടക്കാൻ പാടില്ല, ആ വഴി നടക്കാൻ പാടില്ല. അങ്ങനെ പറയുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് മാന്യമായിട്ട് ജീവിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി തരുന്നതാണ് ഏതാണ് നല്ലത് എന്ന് ചോദിച്ചു എന്ന്. പ്രിയമുള്ളവരെ, സമൂഹത്തിൽ ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ ഒക്കെ വേർതിരിവുണ്ടായിരുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ
ദൈവസ്നേഹത്തിൻ്റെ അടയാളങ്ങൾ പ്രകടമാക്കിയതാണ് സുവിശേഷത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അവർ രോഗികളായവരെ ഉപേക്ഷിക്കാതെ അവരുടെ മുറിവുകൾ വെച്ച് കിട്ടുകയും കുഷ്ഠരോഗികളായവരെ ശുശ്രൂഷിക്കുകയും, അന്ന് നമ്മുടെ നാട്ടിലൊക്കെ പകർന്നു പിടിച്ചിരുന്ന പല പകർച്ചവ്യാധികളുണ്ടായിരുന്നു. വസൂരി പോലുള്ള തീരാ മാറാരോഗങ്ങൾ, വളരെ ആളുകളൊക്കെ ഭയപ്പെട്ടിരുന്ന വസൂരി, മലമ്പനി പോലുള്ള ഭീകരമായ രോഗങ്ങളുള്ള ആ രോഗങ്ങളിൽ നിന്നൊക്കെയും അവർക്ക് ശുശ്രൂഷ നൽകുകയൊക്കെ ചെയ്തത് സുവിശേഷ പ്രചരണത്തിൻ്റെ ഒരു ഭാഗമാവുകയോടെ ചെയ്തു. സ്വാഭാവികമായും അവരെ ശുശ്രൂഷിച്ചവരുടെ ഇടയിലേക്ക് സുവിശേഷം അവർക്ക് എത്തിക്കുവാൻ ആഴമായൊരു കരുതൽ കൊടുക്കുവാൻ തക്കവണ്ണം സാധിച്ചു. ഇതൊക്കെയും ക്രിസ്തുവിൻ്റെ ഭാവത്തിൻ്റെ പ്രകടനങ്ങൾ. ഇന്ന് അങ്ങനെയാണ്. സഭയുടെ പേരിൽ, ക്രിസ്തുവിൻ്റെ പേരിൽ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളാണ് ഇന്ന് നടക്കുന്നത്. ക്രിസ്തുവിൻ്റെ പേരിൽ ആരംഭിച്ചിട്ടുള്ള പല സ്ഥലങ്ങളിലും തന്നെ സാധാരണക്കാരനെ കൊള്ളയടിക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതിനോടൊക്കെ ദൈവം പ്രതികരിക്കുന്ന ഒരു കാലം കൂടിയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, കരുതൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമായിരുന്നു, ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കരുതലായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2:44 വായിക്കുന്നത്, വിശ്വസിച്ച എല്ലാവരും ഒരുമിച്ചിരുന്നു, സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടേയിരുന്നു. ഇന്നും അതെ, അനേക കാര്യങ്ങൾ സത്യത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുവിടാം. ചില ആളുകൾ കുടുംബ മഹിമ പറയുമ്പോൾ, ചില ആളുകൾ സത്യത്തെ ആത്മാവിലും വചനത്തിലും തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഇവിടെ ലേഖകൻ പറയുന്ന ഒരു വാക്യം നോക്കൂ. പുതിയ നിയമവിശ്വാസികൾ ക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടർന്നു. പൗലോസ് പറഞ്ഞതുപോലെ നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തു പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോസ്തല പ്രവൃത്തികൾ 10:38. ക്രിസ്തുവിൻ്റെ സഭ ഭൂമിയിൽ ദൈവത്തിൻ്റെ ശരീരമാകുന്നു. അത് ഈ ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രിസ്തുവിൻ്റെ ത്യാഗപരമായ സ്നേഹവും വേദനയും തകർന്ന മനുഷ്യത്വത്തോടുള്ള ഉത്കണ്ഠയും പ്രകടിപ്പിച്ചു. ഈ വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ അനുകമ്പയുടെ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ ആയിരുന്നു. ക്രിസ്തുവിൽ നിന്ന് സ്നേഹം അനുഭവിച്ചവർ, ക്രിസ്തുവിൽ നിന്ന് സൗഖ്യമാക്കപ്പെട്ടവർ, വിശ്വാസത്തോടു കൂടി സൗഖ്യമാക്കപ്പെട്ടവർ ലോകമെമ്പാടും ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വൻ വിവാദത്തിൽ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് ഉണ്ടായത്. ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരുടെ എണ്ണം മനുഷ്യരാശിയിൽ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അതൊരിക്കലും ആർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമായിരുന്നില്ല, പിശാചിന് ഇഷ്ടപ്പെടുന്ന കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ സഭയെ കലക്കുവാൻ ശ്രമിച്ചു, കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കൂടാരമാക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ വീണു പോകുന്നവർ, ദൈവത്തിൽ നിന്നുള്ള സംരക്ഷണം അവർക്ക് നഷ്ടമാകും എന്ന് വേദപുസ്തകം പറയുന്നു. സാത്താൻ്റെ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്നതിൽ ക്രിസ്തുവുമായി സഹകരിക്കുന്നതിൽ സഭയ്ക്ക് എന്ത് പങ്കാണുള്ളത്? സാത്താന്യ ആരോപണങ്ങൾ, തെറ്റായ പഠിപ്പിക്കലുകൾ, തെറ്റായ ജീവിത രീതികൾ, തെറ്റായ ജീവിത ശൈലികൾ, ചിന്തകൾ, പ്രവർത്തനങ്ങൾ മനുഷ്യരെ വൈകാരികമായി ഉപദ്രവിച്ചുകൊണ്ട് അവനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകറ്റിക്കളയുന്ന ബൗദ്ധിക ചിന്തകൾ, ഇതൊക്കെ സാത്താന്യ സൃഷ്ടികളായി വരുന്ന കാലഘട്ടത്തിൽ നാം ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ടുന്നതിൻ്റെ ഒരു ആവശ്യകതയെ കുറിച്ചുകൂടെ നാം ചിന്തിക്കണമെന്നാണ് ഈ ഭാഗം പറയുന്നത്. ദൈവത്തിൻ്റെ കരുതൽ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ കൂട്ടായ്മ കൊണ്ട് ഇവിടെ ആവശ്യം എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത് അതുകൊണ്ടാണ്. ആ ഒരു സാമൂഹ്യ ചിന്ത, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സഭ എന്നുള്ള സാമൂഹ്യ ചിന്ത ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് വസ്തുത. വ്യാഴാഴ്ചത്തെ പാഠഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കൂട്ടിച്ചേർക്കലാണ് അവിടെ നടക്കുന്നത്. സ്നേഹത്തിൻ്റെ ഒരു പൈതൃകം, ഒരു ലെഗസി അല്ലേ,
ഒരു പാരമ്പര്യം, പിതാവിൽ നിന്ന് കിട്ടുന്നത് എന്നാണ് പൈതൃകം എന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ മക്കത്തായ വ്യവസ്ഥിതിയും മരുമക്കത്തായ വ്യവസ്ഥിതിയും ഉണ്ടായിരുന്ന സമൂഹമാണിത്. ഇപ്പോൾ നിലവിൽ മക്കത്തായ വ്യവസ്ഥിതിയാണ് അല്ലേ. അമ്മ വഴിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ, തായ് വഴിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ മനുഷ്യന് കിട്ടുന്നതാണ്. പൈതൃകം നമുക്ക് ഏക ദൈവമാണ്, പിതാവിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ പൈതൃകം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങളിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. എന്താണ്? നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. പരസ്പരം സ്നേഹിക്കുക. സ്നേഹം എന്നതാണ് ഏറ്റവും വലിയ കൽപ്പന എന്ന് വേദപുസ്തകം നമ്മെ പറയുന്നു. 1 യോഹന്നാൻ 4:21 പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കുന്നു എന്നാണ്. സ്നേഹമാണ് മന്ത്രം. നിങ്ങൾക്ക് സ്നേഹമില്ല എങ്കിൽ നിങ്ങൾ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രയെന്ന് പൗലോസ് പറയുന്നുണ്ട്. ദൈവസ്നേഹത്തിലാണ് നാം അധിവസിക്കുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഏറ്റവും വലിയ സ്നേഹമാണ് നമുക്കവിടെ മാതൃക. പലപ്പോഴും നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വേദപുസ്തകം തന്നെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനമാണ്. വേദപുസ്തകത്തിൻ്റെ തത്വം തന്നെ, ആ ഫിലോസഫി തന്നെ എന്താണ്? സ്നേഹത്തിലാണ് ഉറച്ചിരിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ സ്നേഹം, മനുഷ്യൻ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് നൽകിയതായ വാഗ്ദത്തങ്ങൾ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ദാവീദ്, ദാനിയേൽ, പൂർവ്വപിതാക്കന്മാർ അനുഗ്രഹം പ്രാപിച്ച അനുഗ്രഹങ്ങൾക്ക് കണക്കില്ല. അതിൻ്റെ പിന്തുടർച്ചാവകാശികൾ എന്ന നിലയിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ആ സ്നേഹത്തിൻ്റെ ഒരു പൈതൃകത്തിനെ സ്വന്തമാക്കിക്കൊണ്ട് സുവിശേഷം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് എന്ന ചിന്തയോടുകൂടി ലോകത്തോട് സുവിശേഷിക്കേണ്ടത് സ്നേഹത്തിലായിരിക്കണം അല്ലേ. സ്നേഹത്തോടെ വേണം ലോകത്തോട് സുവിശേഷം അറിയിക്കേണ്ടത്. അവിടെ ഉച്ചാടനങ്ങളോ ആവാഹനങ്ങളോ ഒന്നുമില്ല, അവിടെ ബഹളം വയ്ക്കലുകളില്ല. ദൈവം നമ്മോട് സംസാരിച്ച സൗമ്യമായ ഭാഷയിൽ ലോകത്തോട് സംസാരിക്കുക സ്നേഹത്തെക്കുറിച്ച്. ദൈവം നിന്നെ സ്നേഹിക്കുന്നുവെന്ന് മറ്റുള്ളവരോട് പറയുവാനുള്ളൊരു മനസ്സുണ്ടാവണം. അതിന് പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. അത് വലിയ തോൽവിയാണ് അല്ലേ. ഞാൻ കേട്ടിട്ടുണ്ട്, ശാബ് സ്കൂൾ പാഠം പഠിപ്പിക്കുമ്പോൾ പോലും ചില ആളുകൾ പറയുന്നത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുത്തുകൊള്ളുമെന്ന്. വചനം ആരെയും കുത്തുകൊള്ളിക്കേണ്ട സാധനമല്ല. വചന ഒരു മനുഷ്യൻ്റെയും സ്വന്തമായിട്ടുള്ള കാര്യമല്ല. ദൈവത്തിൽ നിന്ന് വന്നതാണ് വചനം. ദൈവസ്നേഹമാണ് വചനം. ആ വചനം മറ്റുള്ളവരെ കുത്തുകൊള്ളിക്കാൻ വേണ്ടി പറയാനുള്ളതല്ല, മറിച്ച് അവനിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകളെ പരിഹരിച്ച് അവനെ വിമലീകരിക്കേണ്ടുന്ന ഒന്നാണ്. സഹിഷ്ണുത എന്ന വാക്കിന് അർത്ഥമുണ്ടാകുന്നത് അവിടെയാണ്. സഹിഷ്ണുത, ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത, കൂട്ടായ്മ, കൂടിവരവ്, ഒന്നിച്ചു ചേർന്നിരിക്കൽ. നോക്കൂ, നമ്മളിവിടെ നേരത്തെ വായിച്ച മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത് എന്താണ്? അവരെല്ലാവരും ഒരുമനപ്പെട്ട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ പരിശുദ്ധാത്മാവെത്തി, അവിടെ അവരിരുന്നടം കുലുങ്ങി എന്നാണ്. അവർ ദിനംപ്രതി ദൈവാലയത്തിലേക്ക് വരികയും അവർക്കുള്ള ഭക്ഷണപാനീയങ്ങൾ ഷെയർ ചെയ്യുകയും അവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഒന്നിച്ചിരുന്ന് ആരാധിക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ സന്നിധിയിൽ. അങ്ങനെ ദിനംപ്രതി അവിടെ ആളുകളുടെ എണ്ണം കൂടിക്കൂടി വന്നു എന്നാണ്. അല്ലാതെ ആളുകളെ കുത്തിമുറിച്ച് അവൻ്റെ കുറ്റവും കുറവുകളും വിളിച്ചു പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് ഓടിക്കുക എന്നുള്ളതല്ല. ആ കുറ്റങ്ങളെയും കുറവുകളെയും പരിഹരിക്കുന്നവനാണ് ദൈവം എന്ന് അവനെ പറഞ്ഞ് ബോധ്യമാക്കി അവനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ കൂട്ടിവരുത്തുക എന്നുള്ളതാണ് സഭയുടെ ഉത്തരവാദിത്വം, സഭയുടെ നേതൃത്വങ്ങളുടെ ഉത്തരവാദിത്വം, സഭയുടെ പുരോഹിതൻ്റെ ഉത്തരവാദിത്വം, സുവിശേഷിക്കുന്നവൻ്റെ ഉത്തരവാദിത്വം. സ്നേഹത്തിൻ്റെ ഒരു പൈതൃകം, അതിൻ്റെ ഒരു മാതൃക, നമ്മൾ അനുഭവിച്ച സ്നേഹത്തിൻ്റെ ഒരു മാതൃക നാം അവിടെ കാണിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. നോക്കൂ, ആദ്യ നൂറ്റാണ്ടുകളിൽ, അതായത് ഏകദേശം AD
160-ലും AD 260-ലുമായി 2 വിനാശകരമായ മഹാമാരികൾ ബാധിച്ചപ്പോൾ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലുകൾ പ്രകടമായി. ക്രിസ്ത്യാനികൾ അനേകർ മുന്നോട്ട് വന്നു, രോഗികളായിരുന്നവരെ ശുശ്രൂഷിച്ചു. മഹാവ്യാധി 10,000-കണക്കിന് ആളുകളുടെ ജീവനെടുത്തപ്പോഴും ഭയപ്പെടാതെ അവർ ആ ശുശ്രൂഷ ത്യാഗപൂർണമായ നിസ്വാർത്ഥമായ ആ സ്നേഹം പ്രകടമാക്കി. അതിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ മതിമറന്ന് വിശ്വസിച്ചവർ അനേകർ അവർ വിശ്വാസത്തിൻ്റെ സാക്ഷികളായി ലോകമെമ്പാടും കടന്നു ചെന്ന് സുവിശേഷം അറിയിക്കുകയുണ്ടായി. രോഗത്തിന് അടിമപ്പെട്ടവരോടും മരണത്തിന് കീഴ്പ്പെട്ടവരോടുമുള്ള സ്നേഹം, സംഘടിതമായ പരിചരണവും നിസ്വാർത്ഥമായ കരുതലും ഈ വിശ്വാസികളോടും അവർ പ്രതിനിധാനം ചെയ്ത ക്രിസ്തുവിനോടും ഒരു ആരാധന സൃഷ്ടിച്ചു. ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. സംഘടിതമായ ഒരു കൂട്ടായ്മ, സംഘടിതമായ ഒരു സ്നേഹം. നോക്കൂ, നമ്മളിതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതിൻ്റെ മറുപക്ഷത്ത് ഒരാളുണ്ട് വന്യവിവാദത്തിൽ. ആരാണ്? പിശാചുണ്ട്. ഒരു സംഘടിതമായ ഒരു ശ്രമം നടത്തുമ്പോൾ സ്വാഭാവികമായി ആ സംഘടിത ശ്രമത്തിനെ തകർക്കാൻ വേണ്ടി, തച്ചുടയ്ക്കാൻ വേണ്ടി അവിടെ ആര് വരും? പ്രതിയോഗിയായ പിശാച് വരും. അവൻ എവിടെ നിന്നു എന്നാണ് പറയുന്നത്? കടൽ തീരത്തെ മണൽത്തരിമേൽ നിന്നു. ആ മണൽത്തരി എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ സന്തതിയാണ്. ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ്, നിന്റെ സന്തതിയെ ഞാൻ നിനക്ക് എണ്ണാൻ കഴിയുമോ? ഈ കടൽ തീരത്തെ മണൽത്തരി പോലെയാക്കും എന്ന് പറഞ്ഞാൽ അത്രത്തോളം അസംഖ്യം വിശ്വാസ സമൂഹം ഉണ്ടാകും. അവരുടെ നെഞ്ചത്ത് ചവിട്ടി നിന്നുകൊണ്ടാണ് പിശാച് നിന്ന് അലറുന്നത്. പ്രതിയോഗിയായ പിശാച് സ്വാഭാവികമായും സംഘടിതമായ ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അതിനിടയിൽ ദോഷമുണ്ടാക്കാൻ വേണ്ടി പിശാച് വരും. പക്ഷേ നാം ക്രിസ്തുവിൻ്റെ സ്നേഹം അവിടെ പ്രകടമാക്കുക. നമ്മുടെ സഹോദര ക്രിസ്ത്യാനികളിൽ ഭൂരിഭാഗവും അതിരുകളില്ലാത്ത സ്നേഹവും വിശ്വസ്തതയും പ്രകടിപ്പിച്ചു. ഒരിക്കലും തങ്ങളെപ്പറ്റി ചിന്തിക്കാതെ പരസ്പരം മാത്രം ചിന്തിച്ചു. അപകടത്തെക്കുറിച്ച് ചിന്തിക്കാതെ അവർ രോഗികളുടെ ചുമതല ഏറ്റെടുത്തു. അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുകയിൽ ക്രിസ്തുവും അവർ ശുശ്രൂഷിക്കുകയും ചെയ്തു. മറ്റുള്ളവരുടെ രോഗം അവർക്കും ബാധിച്ചു, അവർക്കും സന്തുഷ്ടമായി. അവരോടൊപ്പം സന്തുഷ്ടമായി അനേകം ക്രിസ്ത്യാനികളുടെ ജീവനും വിട്ടുപോയി. പലരും അവരുടെ അയൽവാസികളുടെ രോഗം സ്വയം വരിക്കുകയും അവരുടെ വേദനകൾ സന്തോഷത്തോടെ പങ്കിടുകയും ചെയ്തു എന്ന് റോഡ്നി സ്റ്റാക്ക് ദ റൈസ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു, അനേകം വിശ്വാസ സമൂഹം മറ്റുള്ളവർക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തു. ഇവിടെ വ്യക്തമായ ഒരു സന്ദേശമുണ്ട്. ക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ വെടിഞ്ഞു. ക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ വെടിഞ്ഞു. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. നമ്മുടെ പാപങ്ങളൊക്കെയും ചുമന്നുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു കാൽവരിയിൽ യാഗമായതിനും അപ്പുറം ഒരു വലിയ സ്നേഹം മറ്റൊന്നും പ്രകടമാക്കാനില്ല. ആ പൈതൃകം, ആ മാതൃക നാം മറ്റുള്ളവരോടും കാണിക്കണമെന്നാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ ഈ പാഠത്തിൻ്റെ കേന്ദ്ര പ്രശ്നം സ്നേഹമോ സ്വാർത്ഥതയോ എന്ന ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരികയാണ്. ഇവിടെ ടെർട്ടുളിയാൻ ക്ഷമാപണം എന്ന പുസ്തകത്തിൻ്റെ ഖണ്ഡിക 50 എലൻ ജി വൈറ്റ് വന്യവിവാദം എന്ന പുസ്തകത്തിൻ്റെ 41-ാമത്തെ പേജിലാണ് ഇപ്രകാരം പറയുന്നുണ്ട്. സുവിശേഷം പ്രചരിച്ചു, തൻ്റെ അനുയായികളുടെ എണ്ണം വർദ്ധിച്ചു, റോമിലെ കഴുകന്മാർക്ക് പോലും പ്രവേശിക്കാൻ കഴിയാത്ത പ്രദേശങ്ങളിലേക്ക് അത് തുളച്ചു കയറി. വല്ലാത്ത സ്റ്റേറ്റ്മെൻ്റാണത്. റോമിലെ കഴുകന്മാർക്ക് പോലും എത്തിച്ചേരാൻ കഴിയാത്ത പ്രദേശങ്ങളിലേക്ക് അത് തുളച്ചു കയറി. കഴുകൻ വളരെ ഉയരങ്ങളിൽ കൂടുകൂട്ടുന്ന ഒരു പക്ഷിയാണ്. പീഡനം അഴിച്ചുവിടുന്ന വിജാതീയ ഭരണാധികാരികളെ ബോധ്യപ്പെടുത്തുന്നു. അത് ഇപ്രകാരം പറയുന്നതാണ്, നിങ്ങൾക്ക് ഞങ്ങളെ കൊല്ലാം, പീഡിപ്പിക്കാം, അപലപിക്കാം. നിങ്ങളുടെ അനീതിയാണ് ഞങ്ങൾ നിരപരാധികളാണെന്നതിൻ്റെ തെളിവ്. നിങ്ങളുടെ ക്രൂരത നിങ്ങളെ സഹായിക്കുകയില്ല. നീതിമാന്മാരെ ദുഷ്ടന്മാരാൽ പീഡിപ്പിക്കുവാൻ ദൈവകൃപ അനുവദിക്കുന്നു. ഇത് വിശ്വാസത്തിൽ ദുർബലരായ പലർക്കും വലിയ ആശയക്കുഴപ്പ കാരണമായിട്ടുണ്ട്. ചിലർ ദൈവത്തിലുള്ള വിശ്വാസം പോലും ഉപേക്ഷിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു വീണ്ടും വരും എന്ന സുവിശേഷം ലോകമെമ്പാടും നാം പറയാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. പല ആളുകളും ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇതുവരെ കർത്താവ് യേശു ക്രിസ്തു വരാത്തത്? നൂറ്റാണ്ടുകളായി നിങ്ങൾ പ്രസംഗിക്കുന്നല്ലോ. അതിൻ്റെ ഉത്തരവും ഇതുതന്നെയാണ്. ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവിൻ്റെ വാഗ്ദത്തം നിറവേറ്റാൻ താമസിക്കുന്നില്ല. അനേകം ആളുകളും ക്രിസ്തുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ ദീർഘക്ഷമ പ്രാപിച്ചുകൊണ്ട് അവനിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു അവസരം
അവൻ ഒരുക്കുന്നതാണ്. അവിടെ സ്നേഹമാണോ സ്വാർത്ഥതയാണോ കേന്ദ്ര പ്രശ്നമെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ സ്നേഹം പ്രകടമാക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ നിസ്വാർത്ഥമായ സ്നേഹം. അവനൊരു സ്വാർത്ഥതയുണ്ട്. ആ സ്വാർത്ഥത ഒരിക്കലും തൻ്റെ ജനം നഷ്ടപ്പെട്ടു പോകരുത്, അവരെല്ലാവരും തൻ്റെ കൂടെ തന്നെ ആയിരിക്കണം എന്ന ഒരു സ്വാർത്ഥതയുണ്ട്. അതിനുവേണ്ടി ഒരു വലിയ ക്ഷമ കാണിക്കുകയും മഹത്തായ സ്നേഹം പ്രകടമാക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയ ദൈവജനമേ, നമ്മുടെ ഇന്നത്തെ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ മനപ്പാഠവാക്യത്തിൽ നാം പഠിച്ചതുപോലെ യെശയ്യാവിൻ്റെ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതുപോലെ നാം വിശ്വസിക്കേണ്ടത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ വാഗ്ദത്തം, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ ഓർമ്മിക്കുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൻ നിങ്ങളെ താങ്ങും. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഏദൻ TV ഈ പുതിയ ക്വാർട്ടറിലെ ശാബ് സ്കൂൾ പാഠങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എല്ലാവരും അത് സവിനയം സശ്രദ്ധം കേൾക്കുകയും പഠിക്കുകയും അതിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക. യൂട്യൂബ് ചാനൽ കാണുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഞങ്ങളെ സഹായിക്കും. അതിൽ ഓരോ നിങ്ങൾ അമർത്തുന്ന ലൈക്കും തീർച്ചയായും നമുക്കുള്ള ഒരു അഡ്മിറേഷൻ തന്നെയാണ്. ആ സ്നേഹത്തിനും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹത്തിന് വേണ്ടി, അഡ്വെന്റിസ്റ്റ് കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഏദൻ TVയെയും അതിൽ ഓരോ പ്രവർത്തനങ്ങളെയും ഓർക്കുക, ഓരോ അധ്യാപകരെയും ഓർക്കുക, അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഇതിൻ്റെ സാങ്കേതിക പ്രവർത്തകരെയും ഓർക്കുക, ഇതിലെ എല്ലാ ഏദൻ TVയുടെ കുടുംബത്തിനെ ഓർക്കുക, സഭയെ ഓർക്കുക. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഈ നല്ല നിമിഷത്തിനായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു നാഥ. നിൻ്റെ സന്നിധിയിൽ അങ്ങയുടെ വചനങ്ങളെ, അങ്ങയുടെ നിസ്വാർത്ഥ സ്നേഹത്തിനെ, അങ്ങയുടെ സംരക്ഷണത്തിനെ പിതാവെ അടിയങ്ങൾ പഠിക്കുവാൻ മനസ്സിലാക്കുവാൻ അവസരം നൽകിയതിനായ സ്തോത്രം. കർത്താവെ, വൻ പോരാട്ടത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. വൻ പോരാട്ടം ഇപ്പോൾ നടക്കുന്നത് അടിയങ്ങളോടുത്തരെയും മനസ്സുകളിലാണ് എന്ന് അടിയങ്ങൾ അറിയുന്നു ദൈവമേ. പിതാവെ, അവൻ പോരാട്ടത്തിൽ അടിയങ്ങൾ നിൻ്റെ പക്ഷത്ത് ഉറച്ചു നിൽപ്പാൻ, മരണപര്യന്തം വിശ്വസ്തരായി നിൽപ്പാൻ, ജീവകിരീടം പ്രാപിക്കുവാൻ അങ്ങയുടെ വരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശാന്തരങ്ങളിൽ അങ്ങയുടെ വചനം കേൾക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും തിരുക്കരങ്ങൾ നൽകുന്നു. നാഥ, നീ അനുഗ്രഹിക്കുമാറാകണമേ. അടിയങ്ങളുടെ സഭയെ തിരുക്കരങ്ങൾ നൽകുന്നു. സഭയുടെ നേതൃത്വങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. സഭാ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ആളാളായി പേരായി തരമായി തിരുക്കരങ്ങൾ നൽകുന്നു. അപാരവൃദ്ധം നീ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവെ, ഏദൻ TV ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏദൻ TVക്ക് ചുക്കാൻ പിടിക്കുന്ന അതിൻ്റെ എല്ലാ പ്രവർത്തകരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഓരോ അധ്യാപകരെയും അനുഗ്രഹിക്കുമാറാകണമേ. നിൻ്റെ വചനം സത്യസന്ധമായ ലോകത്തോട് പറയുവാനുള്ള കരുത്ത് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അടിയനെയും പൊടിയോളം താഴ്ത്തിരിക്കരങ്ങൾ നൽകുന്ന ഇന്നോളം നീ കാത്തു സൂക്ഷിച്ചത് നന്ദിയോടെ സ്തോത്രം. അടിയൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അങ്ങയുടെ ഇഷ്ടപ്രകാരം മാത്രമാണെന്ന് അടിയൻ വിശ്വസിക്കുന്നു. പിതാവിടൻ ആഗ്രഹിക്കുന്നതൊക്കെയും അടിയൻ്റെ ആഗ്രഹങ്ങൾക്കും തിരുക്കരങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് ദൈവമേ. അതൊക്കെയും നൽകി നീ അടിയനെ അനുഗ്രഹിക്കുമാറാകണം. അങ്ങനെ വചനം ശക്തിയോടെ പ്രഘോഷിക്കുവാനുള്ള കരുത്ത് നൽകിയിരിക്കാൻ സ്തോത്രം. സകല നന്മകളിലും വഴി നടത്തുമാറാകണമേ. പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും ഒരിക്കൽ കൂടി തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. അടിയങ്ങൾ പിരിയാബന്ധുവായി നാഥാ നീ കൂടെ ഇരിക്കുകയും ശക്തിയിരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയായി ചോദിക്കുന്നു പ്രിയ പിതാവേ. ആമേൻ.